അങ്ങനെ ഇപ്പോൾ ആറ്റോമിക് സ്കളളിനെ വീഴ്ത്തുവാൻ വഴി ലഭിച്ച സൂപ്പർമാൻ അപ്പോൾ തന്നെ ഗോൾഡ് ഗ്യാസിനോട് ഞങ്ങളെല്ലാവരും ആറ്റോമിക് സ്കളളിനെ പിടിച്ചു നിർത്താമെന്നും ആ സമയത്ത് നീ പോയി അവൻ്റെ എനർജിയെല്ലാം അബ്സോർബ് ചെയ്യണമെന്ന് സൂപ്പർമാൻ പറഞ്ഞതും അപ്പോൾ തന്നെ ഗോൾഡ് ഗ്യാസ്റ്റ് അതിനോട് സമ്മതിക്കുകയാണ്. അന്നേരം തന്നെ സൂപ്പർമാനും ബാക്കിയുള്ളവരും ആറ്റോമിക് സ്കളളിനെ ബലം പ്രയോഗിച്ച് പിടിച്ചു നിർത്തിയതും അപ്പോൾ തന്നെ ഗോൾഡ് ഗ്യാസ്റ്റ് വേഗം വന്ന് ആറ്റോമിക് സ്കളളിൻ്റെ ദേഹത്ത് തൊട്ട് അവൻ്റെ എനർജിയെല്ലാം അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ തൻ്റെ എനർജിയെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് ഒട്ടും വയ്യാതെ ആറ്റോമിക് സ്കൾ ഇപ്പോൾ നിലത്ത് മുട്ടുകുത്തി വീഴുകയാണ്. അങ്ങനെ ഇപ്പോൾ പവറെല്ലാം നഷ്ടപ്പെട്ട ആറ്റോമിക് സ്കളിനെ അപ്പോൾ തന്നെ അവനുണ്ടാക്കിയ പ്രശ്നങ്ങളുടെ പേരിൽ ആറ്റോമിക് സ്കളിനെ കൊല്ലുവാനായി മാഞ്ചസ്റ്റർ ബ്ലാക്ക് പോയതും അപ്പോൾ തന്നെ ആറ്റോമിക് സ്കളിനെ കൊല്ലരുതെന്നും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ച് ജയിലിലിടണമെന്ന് പറഞ്ഞ് സൂപ്പർമാൻ മാഞ്ചസ്റ്റർ ബ്ലാക്കിനെ തടയുകയാണ്. മാത്രമല്ല ആറ്റോമിക് സ്കളിൻ്റെ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ പ്രൊഫസർ ബാക്സ്റ്റർ എന്ന ഒരാൾ നേരത്തെ മരിച്ചു പോയിരുന്നു. ഇപ്പോൾ അയാളുടെ ശരീരം കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ ബാക്സ്റ്ററിൻ്റെ മകനായ ടെറൻസ് എന്ന ഒരു ചെറിയ പയ്യൻ ആറ്റോമിക് സ്കളിനെ കൊന്നുകളയുവാൻ മാഞ്ചസ്റ്റർ ബ്ലാക്കിനോടും സൂപ്പർമാനോടും കരഞ്ഞുകൊണ്ട് പറയുകയാണ്.